എംപതി എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഷൂസിൽ കാലിടുക എന്നുള്ളതാണ്. അയാൾക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് എംപതി എന്ന് പറയാം. നമ്മൾക്ക് വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. അതിനെയാണ് എംപതി എന്ന് പറയുക. ആ എംപതിയുടെ സ്കോർ ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കാം, മെച്ചൂർഡ് ആയിരിക്കാം. ചില ആളുകൾ അത് ബോധേഡാവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ എംപതി സ്കോർ കുറവായിരിക്കും. അത് നമ്മുടെ മനസാക്ഷിനെ ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐഡൻറ്റിറ്റിയാണ് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി. രാകേഷ് എന്ന് പറയുന്ന ഒരു പേഴ്സണിന് ഞാൻ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ ജോബിഷ് എന്ന് പറഞ്ഞൊരു പേഴ്സണ് നീ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയൊക്കെയാണ് ഈ കൺസൈൻസിനെ അല്ലെങ്കിൽ മനസാക്ഷിനെ ഷേപ്പ് ചെയ്യുന്നത്. സോ ഏറ്റവും സിമ്പിളായിട്ട് മനസാക്ഷിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഏറ്റവും സിംപ്ലർ വേർഡ്സിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് ആ ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഫീലിംഗ് ആണ് മനസാക്ഷി.